പൂ പോലഴകുള്ള ഒരു ജീവിതം. ആലോചനാമൃതമായ ചിന്തകൾ കൊണ്ട് മനുഷ്യ മനസ്സുകളെ നിരന്തരം നവീകരിക്കുകയും മധുരോദാരമായ സ്നേഹം കൊണ്ട് അനേകരുടെ ജീവിതാനുഭവങ്ങളെ മധുരീകരിക്കുകയും ചെയ്ത ശേഷം 2015 ഡിസംബർ 27 ഞായറാഴ്ച വൈകിട്ട് 5:52 കർത്തൃസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയുടെ ജീവിതം അതിന്റെ ശോഭയിലും സൗന്ദര്യത്തിലും പൂ പോലഴകുള്ള ഒരു ജീവിതമായിരുന്നു. പ്രസാദം വദനത്തിങ്കിലും കാരുണ്യം ദർശനത്തിങ്കിലും മാധുര്യം വാക്കിലും സാർത്ഥകമാക്കിയ തിരുമേനി മുഖശോഭയും ഹൃദയശോഭയും ആത്മശോഭയും ഒത്തിണങ്ങിയ ഒരു സൂര്യശോഭയായിരുന്നു. പ്രഗത്ഭനായ വാഗ്മി, ശ്രേഷ്ഠനായ ഗ്രന്ഥരചയിതാവ്, ശ്രദ്ധേയനായ ഗാനരചയിതാവ്, മനസ്സലിവുള്ള ഇടയശ്രേഷ്ഠൻ എന്നീ നിലകളിലെല്ലാം തിരുമേനി പ്രഭ ചൊരിഞ്ഞു നിന്നു. ശ്രേഷ്ഠനായ ഈ ഇടയശ്രേഷ്ഠന്റെ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഓർമ്മകളുടെ ഇടനാഴിയിലൂടെ തിരുമേനിയോടൊപ്പം നമുക്കും യാത്ര ചെയ്യാം. അനുഗ്രഹീതമായ ഒരു ദൈവിക ശുശ്രൂഷ നിർവഹിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത തിരുമേനി ഓർത്ത് ദൈവത്തിന് സ്തോത്രം. 49 വർഷം ഒരു വൈദികനായി 35 വർഷക്കാലം സഭയുടെ പ്രധാന അധ്യക്ഷനായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം തിരുമേനിയെ അനുവദിച്ചു, കൃപ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാരെ നൽകും എന്നുള്ള പ്രവചനം വാസ്തവത്തിൽ തിരുമേനിയുടെ പൂർത്തീകരിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സദാ സ്വപ്നം കാണുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. സഭയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്. തിരുമേനിയോട് അടുത്ത് ഇടപെടുമ്പോഴെല്ലാം ആ ഹൃദയം നമ്മിലേക്ക് ചാഞ്ഞു വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ഹൃദ്യമായ സംഭാഷണം, മനോജ്ഞമായ ചിന്താഗതികൾ, ദൈവിക ബന്ധത്തിൽ നമ്മളെ പരിവേഷം ഭരിക്കുന്ന അനുഗ്രഹീതമായ കൂട്ടായ്മ. തിരുമേനി ഇല്ലാത്തൊരു സഭ, അത് അതിൻ്റേതായ ശൂന്യത ഏറെയാണ്. തിരുമേനിയെക്കുറിച്ച് നല്ല ഓർമ്മകൾ തരുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവകാരുണ്യം സഭമേൽ എന്നും ഉണ്ടാവട്ടെ. അഭിവന്യ തിരുമേനിയെ പോലെയുള്ള പിതാക്കന്മാരെ ദൈവം സഭയ്ക്ക് എഴുന്നേൽപ്പിച്ചു തരട്ടെ. മാർത്തോമാ സഭയുടെ ആനിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുമേനിയെക്കുറിച്ചുള്ളൊരു ഹ്രസ്വമായൊരു ചിത്രം
വരച്ചു കാട്ടുകയാണ്. നമുക്ക് ഒന്നിച്ചു കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമേ, സക്രിയാസ് മാർ ദേവലോസ് തിരുമേനിക്ക് വേണ്ടി നിനക്ക് സ്തുതി എന്ന് നമുക്ക് പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. I'm Zacharias Mar Theophilus, suffragette metropolitan of the Marthoma Church, Kerala, India. Marthoma is St. Thomas Church. As Peter went to Rome, Thomas came to India, and since then there is the ancient St. Thomas Church, and I am a bishop of that church. നിരണം മട്ടയ്ക്കൽ കുടുംബാംഗമായ ശ്രീ വി കെ ഉമ്മൻ്റെ ഭാര്യ മറിയാമ്മ തലവടി സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന കാലം. കനത്ത മഴയിൽ പമ്പാനദി രൗദ്രഭാവം പൂണ്ടൊഴുകുന്ന സമയം. മറിയാമ്മ ടീച്ചർക്ക് സ്കൂൾ വിട്ടുകഴിഞ്ഞ് വീട്ടിൽ എത്തേണ്ടതാണ്. ടീച്ചർ വള്ളത്തിൽ നദി കടക്കാൻ തീരുമാനിച്ചു. മലവെള്ളപ്പാച്ചിലിന്റെ അട്ടഹാസത്തിൽ വള്ളം മറിഞ്ഞു. മുങ്ങിയും പൊങ്ങിയും ഒഴുക്കിൽപ്പെട്ട് ടീച്ചർ ഒഴുകുകയാണ് ജീവിതത്തിനും മരണത്തിനുമിടയിലൂടെ. രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ പലതും വിജയിച്ചില്ലെങ്കിലും അവസാനമായി മുങ്ങിപ്പൊങ്ങിയപ്പോൾ ആരോ ഒരാൾ ആ ടീച്ചറെ വലിച്ചുപൊക്കി കരയിൽ കയറ്റി. ഓർമ്മകളുടെ ഇടനാഴിയിലൂടെ എന്ന ആത്മകഥയിൽ ദൈവമെന്ന മാതാവിനെ അങ്ങനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാനുണ്ടാകുമായിരുന്നില്ല എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് സക്രിയാസ് തിരുമേനി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അന്ന് രക്ഷിച്ചത് മറിയാമ്മ എന്ന ടീച്ചറെ മാത്രമായിരുന്നില്ല. മാർത്തോമാ സഭയ്ക്ക് ദൈവം കരുതി വച്ചിരുന്ന അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത എന്ന വരദാനത്തെ കൂടിയായിരുന്നു. നിരണം സ്വദേശിയായ മട്ടയ്ക്കൽ കുടുംബാംഗം ശ്രീ വി കെ ഉമ്മന്റെയും പുത്തൻകാവ് ഐക്യരേത്ത് കൊച്ചാശാന്റെ മകൾ മറിയാമ്മയുടെയും മകനായി 1938 ഓഗസ്റ്റ് 29 ഉമ്മൻ കോരുത് എന്ന സണ്ണി പിറന്നു. നിരണമാണ് സ്വദേശമെങ്കിലും തിരുമേനി പിറന്നു വീണത് തുമ്പമണ്ണായിരുന്നു. മാതാവ് ഒരു അധ്യാപികയായിരുന്നതിനാൽ പലയിടങ്ങളിലും സ്ഥലമാറ്റം മൂലം മാറി താമസിക്കേണ്ടി വന്നതുമൂലം ഉമ്മൻ കോരുത് എന്ന കുട്ടിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ പലയിടങ്ങളിലും മാറി മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. I come from a place called Niranam, where we believe St. Thomas established a church there. So I'm very happy to come to this place as an ambassador of the church. I started my career as a teacher, a school teacher. I was very happy, but I had a calling to become a minister of the church. I went for higher studies in India as well as in USA, and had my master's from Princeton and doctorate from Boston, and then became a priest and a bishop. And since 1991, I am in the ecumenical movement. പിന്നീട് ആ കുട്ടിയെ വലിയവനായ ദൈവം മാർത്തോമാ സഭയുടെ മേൽപ്പട്ടക്കാരനാക്കി ലോകത്തിന്റെ അനേകം രാജ്യങ്ങളിലേക്ക് തന്നെ അയച്ചു എന്നതിന് ചരിത്രം സാക്ഷി. പിതാവ് ശ്രീ വി കെ ഉമ്മൻ തലവടിയിലെ അഞ്ചൽ മാസ്റ്ററായിരുന്നു. ഭക്തി നിർഭരമായിരുന്നു അവരുടെ ഭവനം. അതുകൊണ്ട് തന്നെ ഭക്തി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഉമ്മൻ കോരുത് എന്ന കുട്ടി വളർന്നു വന്നത്. വീടിന്റെ മുൻവശത്തെ കട്ടിളവാതിലിൽ ഇരുന്നുകൊണ്ട് കുഞ്ഞിനെ തന്നെ മടിയിലിരുത്തി വേദപുസ്തകത്തിലെ വിശ്വാസവീരന്മാരുടെ ചരിത്ര സംഭവങ്ങൾ അമ്മ മകന് കഥയുടെ രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഭക്തിനിർഭരമായ ക്രിസ്തീയ കീർത്തനങ്ങളും മകനെ കൂടെയിരുത്തി പാടുകയും പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് അമ്മച്ചിയോട് വളരെ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. എപ്പോഴും അമ്മച്ചിയുടെ അടുക്ക വന്നിരുന്ന് സംസാരിക്കുകയും വളരെ സ്നേഹമായിട്ട്
സംസാരിച്ച ഓരോ കാര്യങ്ങളൊക്കെ, വീട്ടുകാര്യങ്ങളും മറ്റു കാര്യങ്ങളും അച്ഛൻ്റെ കാര്യങ്ങളും എല്ലാം അറിയുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കൊച്ചിലെ നല്ല കുസൃതിയായിരുന്നു. മാവേല ഞങ്ങൾക്ക് മുറ്റത്തൊരു നാര നിൽപ്പുണ്ട്, അതേ ചാടി കയറി അതേന്ന് മറിഞ്ഞു വീണ് കൈയെടുത്തോടെ എല്ലാം തെറ്റി അത് തിരുമ്പുമ്പോഴത്തേക്കും ഭയങ്കര ബഹളവും. അങ്ങനെ നല്ല ഇതായിരുന്നു. കിണറ്റിലിറങ്ങുക, പിന്നെ ഈ കൊച്ചു പാമ്പിനെയൊക്കെ കണ്ടാലേ തല്ലിക്കൊന്നു വെച്ചാൽ എൻ്റെ അനിയത്തിനെയൊക്കെ പുറകെ വലിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ ഞങ്ങളെ വീട്ടിൽ വിട്ടുവിട്ടുകൂടി. വേദപുസ്തക കഥകൾ മാത്രമായിരുന്നില്ല അമ്മ മകന് പറഞ്ഞു കൊടുത്തിരുന്നത്. ഫാദർ ഡാമിയന്റെയും ഡോക്ടർ കഗാവയുടെയും ഡേവിഡ് ലിവിങ്സ്റ്റന്റെയും ജീവചരിത്ര കഥകൾ ചെറുപ്രായത്തിൽ തന്നെ അമ്മ മകന് പകർന്നു കൊടുത്തിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയിലും പള്ളി ആരാധനയിലും പങ്കെടുക്കുന്നതിൽ ആ കുട്ടിക്ക് എന്നും ഒരാവേശമുണ്ടായിരുന്നു. പ്രാർത്ഥന നിപുണനായിരുന്നു. വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥനയെ പറ്റിയൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മറ്റ് മക്കളെല്ലാവരും നിലത്ത് പായിലും നിലവിളക്കിൻ്റെ ചുറ്റുമിരുന്ന് സന്ധ്യയ്ക്കും രാവിലെയും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് കുടുംബത്തിലെ ആദ്യത്തെ കർമ്മമായിട്ട് ഞാൻ ഓർക്കുന്നത്. സൗമ്യനും ശാന്തനും മിതഭാഷിയുമായ പിതാവ് തലവടി അഞ്ചൽ മാസ്റ്ററായി ജോലി നോക്കുന്ന കാലത്ത് വൈകുന്നേരം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിന് പടിഞ്ഞാറുള്ള മരത്തിൻ ചുവട്ടിൽ ദീർഘസമയമിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കുട്ടിക്കാലത്തെ തെളിവുള്ള ഓർമ്മയായി തന്റെ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മ സക്രിയാസ് തിരുമേനിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഓർമ്മകളുടെ ഇടനാഴിയിലൂടെ എന്ന ആത്മകഥയിലും ആ ഓർമ്മ കുറിച്ചുവെക്കപ്പെട്ടത്. അത്തിമര ചുവട്ടിൽ ധ്യാനനിരതനായിരുന്ന നഥനിയേലിനെക്കുറിച്ച് യേശു പറഞ്ഞ വാചകം ആ പിതാവിനെക്കുറിച്ചും പറയുവാൻ കഴിയുമായിരുന്നു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ഈ സാക്ഷ്യം പിതാവിനെക്കുറിച്ച് മാത്രമല്ല, ആ പിതാവിൻ്റെ മകനായി ജനിച്ച് നിർണത്തുനിന്നും ഒരു ദൈവകിരണമായി ഉദിച്ചുയർന്ന് ആയുസ് മുഴുവൻ മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്കും മാർത്തോമാ സഭയിലൂടെ എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിലൂടെ ഭാരതത്തിലെ സഭകൾക്കും അഖിലലോക സഭാ കൗൺസിലിനും പ്രകാശം ചൊരിഞ്ഞ സക്രിയാസ് തിരുമേനിയെക്കുറിച്ചും പറയുവാൻ കഴിയും. മട്ടക്കിലെ തിരുമേനി, ഞങ്ങളുടെ മട്ടക്കിലെ തിരുമേനിയുണ്ട്. പിന്നെ യാക്കോബക്കാരാണ് ഞങ്ങളുടെ കൂടുതലും ആൾക്കാർ യാക്കോബക്കാരാണ്. അപ്പോൾ ആ തിരുമേനി ഈ ആംസ്റ്റർഡാമിൽ പോയിച്ച് WCCയുടെ മീറ്റിങ്ങിന് പോയിച്ച് അവിടെ വന്നു, മരണത്ത് വന്നു. ആ തിരുമേനിയെ കണ്ടു കഴിഞ്ഞാണ് തിരുമേനി ആകണമെന്നുള്ള ഒരാഗ്രഹം ഉള്ളിലുണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ മുതൽ തിരുമേനിയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കും. എന്നിട്ട് പിന്നെ ചിരട്ട കയറ് കെട്ടി തൂവിക്കുറ്റി വീശി ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു ഇതുണ്ട്, സോഫ സിമെൻ്റ് കൊണ്ട് കെട്ടി തിണ്ണയുടെ ആറ്റം സോഫ, ഇങ്ങനെ സോഫായെ കയറി നിന്നുകൊണ്ട് തൂവക്കുറ്റി വീശിയും കുർബാന നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. പപ്പടം എടുത്ത് പിന്നെ പാത്രത്തിൽ വെച്ച് കുർബാനയ്ക്ക് അപ്പം വെള്ളം വീഞ്ഞുമായിട്ട് അത് ഉപയോഗിക്കും. തിരുമേനിയെക്കുറിച്ച് വരുന്നത് എപ്പോഴും ഞങ്ങൾക്ക് സന്തോഷകരമായൊരു ഇതായിരുന്നു. എപ്പം വന്നാലും ഞങ്ങളാണ് ആദ്യമേ പോയി കാറ് തുറന്ന് തിരുമേനിയെ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൈമുത്തം കിട്ടുന്നതും ഞങ്ങൾക്കായിരുന്നു. പിന്നെ തിരുമേനിയെ വരുമ്പോൾ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടുമായിരുന്നു, അതുകൊണ്ട് വലിയ സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ ഫസ്റ്റ് സാലറി തിരുമേനിയെ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ശാന്തിഗിരിക്ക് വേണ്ടി, പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ തിരുമേനിയപ്പച്ചൻ്റെ ഫോൺ എല്ലാം എന്തുകൊണ്ടെന്നാലും ആദ്യം ഞങ്ങളെ കൊണ്ട് കാണിക്കും, അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം ഞങ്ങളായിരുന്നു. അങ്ങനെ വലിയൊരു സന്തോഷമായിരുന്നു തിരുമേനിയപ്പച്ച വരുന്നത്. ഇപ്പം തിരുമേനിയപ്പച്ചൻ ഇല്ലാത്തതൊരു വലിയ സങ്കടകരമായ കാര്യമാണ്. എല്ലാ വർഷവും ക്രിസ്മസിന് എൻ്റെ ബർത്ത്ഡേ തിരുമേനി നാട്ടിലുണ്ട്, എന്നെ ഇവിടെ വരും, അതല്ലെങ്കിൽ ഫോൺ ചെയ്യും. അതിൻ്റെ തലേദിവസം മസ്കറ്റിൽ നിന്ന് മമ്മിയെ വിളിച്ചിട്ട് പറയും നാളെ മോൻ്റെ ബർത്ത്ഡേ ആണ്, അവനെ ഞാൻ രാവിലെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോയി. വൈകുന്നേരം വരെ വിളിക്കാഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഫോണിൽ വിളിച്ചു, റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് കൊടുത്തു, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, തിരുമേനിയുടെ ബർത്ത്ഡേ ആശംസയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് അറിയിച്ചു. പക്ഷേ അതിൻ്റെ മറുപടി കിട്ടിയിട്ടില്ല. തിരുമേനി ആ സമയത്ത് ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
തിരുമേനിയുടെ വിദ്യാഭ്യാസ കാലയളവിൽ ഏറ്റവും വലിയ സ്വാധീനമായി തീർന്നത് ആലുവ UC കോളേജായിരുന്നു. UC കോളേജ് പകർന്നു നൽകിയ സ്നേഹവും ആത്മീയ പ്രചോദനവും കോളേജിനെ എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ തിരുമേനിയെ സഹായിച്ചു. പിന്നീട് ദീർഘവർഷക്കാലം കോളേജ് ഗവേണിംഗ് ബോർഡ് അംഗമായും തിരുമേനി താൻ പഠിച്ച സ്ഥാപനത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു. ആലുവ UC കോളേജിലെ ബിരുദ പഠനത്തിനു ശേഷം ആലുവ സെറ്റിൽമെന്റ് സ്കൂളിൽ അധ്യാപകനായി തിരുമേനി കുറേ നാൾ പ്രവർത്തിച്ചു. പിന്നീടാണ് ഔപചാരികമായ അധ്യാപക വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനുമായി തിരുവല്ല ടൈറ്റസ് സെക്കൻഡ് ടീച്ചേഴ്സ് കോളേജിൽ B.Ed കോഴ്സിന് ചേർന്നത്. മാർത്തോമാ സഭയ്ക്ക് അഭിമാനിക്കാവുന്ന പ്രഗത്ഭനായ ഒരു അധ്യാപകന്റെ പിറവി അവിടെ സംഭവിക്കുകയായിരുന്നു. തുടർന്ന് പെരുമ്പാവൂർ ആശ്രമം സ്കൂളിലെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. ഒരു ശ്രേഷ്ഠ ഗുരുവായി, ആചാര്യനായി ഉമ്മൻ കോരുത്ത് എന്ന അധ്യാപകനെ രൂപപ്പെടുത്തുന്നതിൽ പെരുമ്പാവൂർ ആശ്രമം സ്കൂൾ വലിയ പങ്കാണ് വഹിച്ചത്. മാർത്തോമാ സഭയിലെ പട്ടത്ത ശുശ്രൂഷയാണ് തൻ്റെ ഭാവി നിയോഗം എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നും അക്കാലത്ത് ആ അധ്യാപകനെ ഭരിച്ചിരുന്നില്ല. എന്നാൽ 23-ാമത്തെ വയസ്സിൽ പെരുമ്പാവൂർ ആശ്രമം സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പെരുമ്പാവൂർ സ്കൂളിൻ്റെ മാനേജർ കൂടിയായ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് അഭിവന്യ മാത്യൂസ് മാർ അത്താനാസിയോസ് എപ്പീസ്കോപ്പയെ കണ്ട് അനുഗ്രഹാശീർവാദം വാങ്ങാൻ ഉമ്മൻ കോരുത്ത് എന്ന നിയുക്ത അധ്യാപകൻ തിരുമേനിയുടെ അടുത്തു ചെന്നപ്പോൾ മാർത്തോമാ സഭയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിസ്തുലമായ നേതൃത്വവും സംഭാവനകളും നൽകിയ മാത്യൂസ് മാർ അത്താനാസിയോസ് തിരുമേനി അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പറഞ്ഞ വാചകം ശ്രദ്ധേയമായിരുന്നു. മലങ്കരയുടെ മെത്രാൻ സ്ഥാനം നിനക്ക് തരാം, നിന്റെ പ്രായം എനിക്ക് തന്നാൽ മതി. മാത്യൂസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ മെത്രാൻ സ്ഥാന വാഗ്ദാനം ദൈവവാഗ്ദാനത്തിൻ്റെ ഒരു വെളിപ്പെടൽ കൂടിയായിരുന്നുവെന്ന് പിന്നീട് ചരിത്രം തെളിയിച്ചു. തിരുമേനിയുടെ പ്ലസൻറ്റ് സ്മൈൽ, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് പീപ്പിൾ വിൽ ഓൾവേസ് റിമെമ്പർ അബൌട്ട് ഹിം. അതുപോലെ തന്നെ വളരെയധികം ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു തിരുമേനി. പൊട്ടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. 2 കല്യാണം കഴിച്ച ആളിനോട് ആദ്യത്തെ ഭാര്യയോടുള്ള ജീവിതമാണ്, 2ാമത്തെ ഭാര്യയോടുള്ള ജീവിതമാണ് നല്ലത് എന്ന് ചോദിച്ചാൽ അങ്ങനെ കല്യാണം കഴിച്ചല്ലോ എന്ന് ചിന്തിച്ചു. തിരുമേനിയുടെ മാരാമൺ കൺവെൻഷൻ്റെ ഒരു പ്രസംഗം തന്നെ തിരുമേനി ഒരു സിനിമാ പാട്ടിൻ്റെ ഈരടികൾ പാടിയിട്ട് തിരുമേനി അതിൻ്റെ ഇടയ്ക്ക് ചിരിക്കുന്നതായിട്ടും. യുവജനങ്ങളുടെ ഹരമായി മാറിയിരിക്കുന്ന ഒരു പടമുണ്ട്. ഉസ്താദ് ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര്. അതിലെ രസകരമായ ഒരു ഗാനമുണ്ട്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമായി അമ്മായി ചുട്ടതു മരുമോനക്കായി, അമ്മായി കൊച്ചമ്മായി മരുമോൻ്റെ കൊച്ചമ്മായി കച്ചവടം പൊട്ടിയപ്പം വട്ടായിപ്പോയി. ഇതിലെ ഈ ഉസ്താദ് ഹോട്ടലിലെ അമ്മായി മാത്രമേ വട്ടായിപ്പോയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ഥിരതയില്ലാതിരിക്കുന്ന ജനങ്ങളുടെ വലിയ ഒരു കൂട്ടമാകാണ്. ഒന്നിനും ഒരു സ്ഥിരതയില്ല, വിശ്വാസത്തെ സ്ഥിരതയില്ല. ഇന്ന് മാർത്തോമാ സഭയിൽ, നാളെ പെന്തിക്കോസ്ത് സഭയിൽ. 2 ദിവസം കഴിയുമ്പോൾ അവരെ വീണ്ടും ഓടി ഇവിടെ വരും. അമ്മയെ കുഴിച്ചിട്ടുണ്ടെങ്കിലും അപ്പനെ കുഴിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പോയി പ്രാർത്ഥിക്കും. സ്ഥിരതയില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥിരതയില്ല, സഭാംഗങ്ങൾക്ക് സ്ഥിരതയില്ല. ഇങ്ങനെയുള്ള ഒരു അസ്ഥിരതയുടെ കാലത്ത് ശരിയായ സാക്ഷ്യം, സത്യസാക്ഷികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പെരുമ്പാവൂർ ആശ്രമം സ്കൂളും അതിൻ്റെ അന്തരീക്ഷവും ഹൃദ്യമായിരുന്നെങ്കിലും അധ്യാപക ശുശ്രൂഷയിൽ തുടരുക എന്നതിനേക്കാൾ ഒരു പൂർണ്ണസമയ ദൈവദാസനായി ശുശ്രൂഷ ചെയ്യുകയാണ് തന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്ന ചിന്ത ഉമ്മൻ കോരുത്ത് എന്ന അധ്യാപകനെ വിട്ടുപിരിയാതെ കൂടെ കൂടിയിരുന്നു. ആ നാളുകൾ മാനസിക സംഘർഷത്തിൻ്റെ നാളുകളായിരുന്നു. ആശ്രമ മൈതാനിയിൽ രാത്രിയുടെ യാമങ്ങളിൽ ആ അധ്യാപകൻ പ്രാർത്ഥനാനിരതനായി. ഒരു ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആശ്രമ മൈതാനത്തിരുന്ന് പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ
ചുറ്റും ഒരു പ്രകാശം മിന്നുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. യേശുക്രിസ്തു സമീപേ കൂടി കടന്നു പോകുന്ന ഒരു പ്രതീതി ഉളവായി. എൻ്റെ പിന്നാലെ വരിക എന്നൊരാഹ്വാനവും കർത്താവ് തന്നോട് നൽകുന്നതായി അനുഭവപ്പെട്ടു. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഉമ്മൻ കോരുത് എന്ന അധ്യാപകൻ നേരെ തൻ്റെ മുറിയിൽ ചെന്ന് ഒരു കടലാസെടുത്ത് ആശ്രമം സ്കൂളിലെ ഉദ്യോഗം രാജിവെച്ചതായി ഹെഡ്മാസ്റ്റർ തോമസ് പി മാത്യു സാറിന് എഴുതിക്കൊടുത്തു. മറ്റൊരു കടലാസിൽ ദൈവശാസ്ത്ര പഠനത്തിന് പോയാൽ കൊള്ളാം എന്ന താൽപ്പര്യം വെളിപ്പെടുത്തിക്കൊണ്ട് യൂഹാനോൻ തിരുമേനിക്ക് ഒരു കത്തെഴുതി. അങ്ങനെയാണ് അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് ജബൽപൂർ ലിയണേർഡ് തിയോളജിക്കൽ കോളേജിൽ ചേർന്നത്. ജബൽപൂരിലെ ഉമ്മൻ കോരുത് എന്ന വൈദിക വിദ്യാർത്ഥി പ്രതിഭയുടെ പ്രകാശം കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ അധികം താമസമുണ്ടായില്ല. ജബൽപൂർ കോളേജിലെ ഇന്റർ ഹോസ്റ്റൽ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ അഭിനന്ദിക്കാൻ മുന്നിൽ നിന്നവരിൽ വൈസ് ചാൻസലർ ഡോക്ടർ AV ആശീർവാദവും ഉണ്ടായിരുന്നു. ദൈവശാസ്ത്ര പണ്ഡിതനാണ് നമ്മുടെ തിയോഫിലോസ് തിരുമേനി. ഈ ചില ആളുകൾക്ക് അവാർഡുകൾ കൂട്ടിക്കിട്ടുന്ന പോലെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റിന്റെ പുറകെ ഡോക്ടറേറ്റ് അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഡോക്ടറാണ് താനും സുഖക്കെട്ട് ധാരാളം ഉണ്ട്. ഇവരൊക്കെ ഉള്ളിടത്ത് വേദപുസ്തകം വായിക്കാൻ എനിക്കുള്ള ഏക യോഗ്യത ദൈവത്തെ ഞാൻ അറിയും, ദൈവം എന്നെയും അറിയും, അത്രയേ ഉള്ളൂ. ജബൽപൂരിലെ വൈദിക പരിശീലനം പൂർത്തീകരിച്ച ശേഷം 1966 മെയ് 5-ാം തീയതി ഷെമ്മാഷനായും 1966 ജൂലൈ 7-ാം തീയതി കശീഷയായും പട്ടം കെട്ടി. എന്നാൽ പട്ടത്ത് ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച പുത്തനച്ഛനെ ഇടവകയിലേക്ക് അയക്കാതെ പഴയ പ്രവർത്തന രംഗമായിരുന്ന പെരുമ്പാവൂർ ആശ്രമം സ്കൂളിലേക്ക് തന്നെയാണ് യൂഹാനോൻ തിരുമേനി നിയോഗിച്ചത്. അവിടെ അധ്യാപകൻ, ചാപ്ലിൻ, ബോർഡിംഗ് സൂപ്രണ്ട് എന്നീ നിലകളിൽ 3 വർഷക്കാലം പ്രവർത്തിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ യൂഹാനോൻ തിരുമേനി ഉമ്മൻ കോരുതച്ചനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: മൈസൂരിൽ നമുക്കൊരു സ്കൂളുണ്ട്. നല്ല സാധ്യതയുള്ളതാണ്. ഒരു ചെറിയ ഇടവകയാണ്. അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല. ഫോർ സെയിൽ എന്ന ബോർഡ് വെച്ച് വിൽപ്പനക്കിട്ടിരിക്കുകയാണ്. കൊച്ചച്ഛൻ അവിടേക്കൊന്ന് പോകണം. ഒന്നുകിൽ അത് വിൽക്കണം, അല്ലെങ്കിൽ നല്ലൊരു സ്കൂളാക്കി വളർത്തണം. അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് കൊച്ചച്ഛൻ അവിടേക്ക് പോയി. പിന്നെ നാം കാണുന്നത് ഫോർ സെയിൽ എന്ന ബോർഡ് തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ഥാപനമായിട്ടല്ല, ആ ദേശത്തിനാകെ വെളിച്ചം ചുരിഞ്ഞുകൊണ്ട് തണ്ടിന്മേൽ വെച്ച വിളക്കായി ശോഭിക്കുന്ന ഒരു പ്രശസ്ത സ്കൂളായിട്ടാണ്. അവിടെ നിന്നും തിരുമേനി അച്ഛനെ അയച്ചത് അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിനായിരുന്നു. പഠനത്തോടൊപ്പം ന്യൂയോർക്കിലുള്ള CSI മാർത്തോമാ സഭാംഗങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിനും ചുമതലപ്പെടുത്തിയിരുന്നു. തിരുമേനിയുടെ പ്രിൻസ്റ്റണിലെ പഠനം വിശാലമായ ലോകത്തെ കൂടുതലായി മനസ്സിലാക്കുന്നതിനും ഉന്നതമായ ദർശനങ്ങളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നതിനും സഹായിച്ചു എന്നത് തിരുമേനിയുടെ എക്കാലത്തെയും ഒരു അനുഭവ സാക്ഷ്യം കൂടിയായിരുന്നു. ഉപരിപഠനം പൂർത്തീകരിച്ച ശേഷം മുംബൈ സാന്താക്രൂസ് ഇടവകയുടെ വികാരിയായും പിന്നീട് കോഴഞ്ചേരി മാർത്തോമാ ഇടവകയുടെ വികാരിയായും ശുശ്രൂഷ അനുഷ്ഠിച്ചു. 1980 കോഴഞ്ചേരി ഇടവകയുടെ വികാരിയായിരിക്കുമ്പോഴാണ് ഫെബ്രുവരി മാസം 8-ാം തീയതി തിരുവല്ല VGM ഹാളിൽ കൂടിയ സഭാ പ്രതിനിധി മണ്ഡലം 96% വോട്ടോടുകൂടി മാർത്തോമാ സഭയിലെ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് റവറൻ ഉമ്മൻ കോരുത് എന്ന ചേതസുറ്റ പ്രതിഭയെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുപ്പിലൂടെ ബഹുമുഖ പ്രതിഭയായ ഒരു ശ്രേഷ്ഠ ഇടയനെയാണ് ദൈവം മാർത്തോമാ സഭയ്ക്ക് സമ്മാനിച്ചത്.
1980 മെയ് 1 ലോക തൊഴിലാളി ദിനം മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് ഒരു സുദിനമായിരുന്നു. റവറൻ ഉമ്മൻ കോരുത് എന്നു പേരുള്ള പട്ടക്കാരനെ അഭിവന്യ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലീത്ത സക്രിയാസ് മാർ തെയോഫിലോസ് എന്ന നാമധേയത്തിൽ മാർത്തോമാ സഭയുടെ പുതിയ എപ്പീസ്കോപ്പയായി കരം പിടിച്ചുയർത്തിയ ദിനമായിരുന്നു. സ്ഥാനാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുത്തവർ പലരും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സാക്ഷ്യമുണ്ട്. തിരുവല്ല എസ് സി കുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ മദ്ബഹായിൽ പുതിയ നിയോഗം സ്വീകരിച്ച് എപ്പീസ്കോപ്പ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞു വന്ന് നിന്നപ്പോൾ ദൈവജനം കണ്ടത് സൂര്യ തേജസ്വിയായ ഒരു മേൽപ്പട്ടക്കാരനെയായിരുന്നു. 1980 മെയ് 6 കൂടിയ മാർത്തോമാ സഭാ പ്രതിനിധി മണ്ഡലത്തിൽ വച്ചാണ് സ്ഥാത്തിക്കോൻ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലീത്ത അഭിനവ എപ്പീസ്കോപ്പയ്ക്ക് നൽകിയത്. ആ മണ്ഡലയോഗത്തിൽ ചെയ്ത പ്രസംഗത്തിൽ അഭിനവ എപ്പീസ്കോപ്പ ഇപ്രകാരം പറഞ്ഞു: മെത്രാപ്പോലീത്ത എനിക്ക് നൽകിയിരിക്കുന്ന നാമത്തിന്റെ ആദ്യ ഭാഗം പഴയ നിയമത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സഖറിയ എന്ന എബ്രായ പദത്തിനർത്ഥം ദൈവം ഓർക്കുന്നു എന്നാണ്. തെയോഫിലോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ്. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന നിലയിൽ മാത്രം ദൈവം എന്നെ ഓർക്കുന്നതിനും ജനങ്ങളാൽ ഓർമ്മിക്കപ്പെടുന്നതിനും ഞാൻ ഈ വസ്തുത ഓർമ്മിച്ച് എന്നും ജീവിക്കുന്നതിനും ഇടയാകണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. 2015 ഡിസംബർ 27 തന്റെ ജീവിത നിയോഗം പൂർത്തീകരിച്ച തിരുമേനിയുടെ ശുശ്രൂഷാകാലം ആ പ്രാർത്ഥനയുടെ സാഫല്യം തന്നെയായിരുന്നു. 1980 മെയ് 1 സഭയിലെ എപ്പീസ്കോപ്പ ആയ ശേഷം ആദ്യം നിയമിതനായത് അടൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ മേലധ്യക്ഷനായിട്ടാണ്. മനസ്സലിവിന്റെ തമ്പുരാനായ യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭയിലെ ശുശ്രൂഷ മനസ്സലിവോടുകൂടി നിർവഹിക്കുന്നതിൽ തിരുമേനി എന്നും ശ്രദ്ധിച്ചിരുന്നു. ശാരീരികമായി പരിമിതികൾ ഉള്ളവർക്കുള്ള പത്തനാപുരം ആശാഭവൻ, ജോലിയുമായുള്ള ബന്ധത്തിൽ പത്തനംതിട്ടയിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്കായുള്ള വനിതാ ഹോസ്റ്റൽ, കോട്ടയത്ത് മാങ്ങാനത്തുള്ള മദ്യവിമുക്ത ശുശ്രൂഷാ കേന്ദ്രമായ മോചന, ഡോക്ടർ തോമസ് മാർ അത്തനേഷ്യസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ ദർശനങ്ങളും ആദർശങ്ങളും കാഴ്ചപ്പാടുകളും സ്മരണകളും നിലനിർത്തുവാനായുള്ള മാങ്ങാനത്തുള്ള തോമസ് മാർ അത്തനേഷ്യസ് ഓറിയന്റേഷൻ സെന്റർ, ഗിരിവർഗക്കാരായ കുട്ടികൾക്ക് വേണ്ടി തൃക്കാക്കരയിൽ പണികഴിപ്പിച്ച ഗിരിദീപ്തി ഹോസ്റ്റൽ, കാക്കനാട്ടുള്ള മാർത്തോമ പബ്ലിക് സ്കൂൾ, ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ നരസാപുരം മിഷൻ ഫീൽഡും അവിടെയുള്ള സ്കൂളും, ക്യാൻസർ രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും കരുതുന്ന കരുതൽ, ഉപരിപഠനത്തിന് സാമ്പത്തിക ക്ലേശമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായുള്ള ഹയർ എഡ്യൂക്കേഷൻ ലോൺ പ്രോജക്റ്റ്, ദളിതർക്ക് സഹായഹസ്തമേകുന്ന ദളിത് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്, ചെങ്ങന്നൂർ ഭദ്രാസന കൺവെൻഷൻ വേദിയായ തരംഗം എന്നിങ്ങനെയുള്ള അനേകം സ്ഥാപനങ്ങളും പ്രോജക്റ്റുകളും തിരുമേനിയുടെ ദർശനങ്ങളുടെ സാക്ഷാത്കാരങ്ങളാണ്. ഡെൻമാർക്കിൽ നടന്ന അഖിലലോക സഭാ കൗൺസിലിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ തിരുമേനിയുടെ ഹൃദയത്തിൽ രൂപകൽപ്പന ചെയ്ത പ്രോജക്റ്റാണ് ശാന്തിഗിരി. ശാന്തിഗിരി ശാന്തിയുടെ ഗിരി മാത്രമല്ല, അനേകരെ ശാന്തിയിലേക്ക് നയിക്കുന്ന ഒരു ധ്യാന കേന്ദ്രവും ചുറ്റുപാടുമുള്ളവർക്ക് സഹായഹസ്തമേകുന്ന ഒരു സേവന കേന്ദ്രം കൂടിയായി ഇന്ന് ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിഗിരി ആശ്രമം ആലുവ ഇടത്തല ഗ്രാമത്തിലുള്ള മനോഹരമായ ഒരു കുന്നിൻ പുറത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ്. സഭയെയും സമൂഹത്തെയും വളരെയേറെ അതിൻ്റെ സംസ്കാരത്തിലും ആധ്യാത്മിക ചൈതന്യത്തിലും പുഷ്ടമാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ശാന്തിഗിരി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശാന്തിഗിരിക്ക് ഒരു തീമുണ്ട്, പീസ് ഇൻ ഹാർമണി. ഒരു തീം സോങ് ഉണ്ട്, ശാന്തി തൻ കേദാരമേ നിന്നിൽ ശാന്തി തേടിയിടുന്നു ഞാൻ. ശാന്തി തൻ കേദാരമേ
എന്നിൽ ശാന്തി തേടിയിടുന്നു ഞാൻ. ശാന്തമാക്കൻ മാനസം എന്നിൽ ശാന്തിയേകും യേശുവേ. ശാന്തമാക്കൻ മാനസം എന്നിൽ ശാന്തിയേകും യേശുവേ. ശാന്തി വലിയ ചലനകേന്ദ്രമായി ഒരു കോൺഫറൻസ് സെൻ്ററായി ഒക്കെ വളർത്തിക്കൊണ്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം ഉപയുക്തമായ രീതിയിൽ ഒരു നല്ല സങ്കേതമായിട്ട് ഇത് വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. NCCIയിലും അഖില ലോക സഭാ കൗൺസിലിലും അനുഗ്രഹീതമായ സാന്നിധ്യമേകി പ്രവർത്തിക്കുവാൻ തിരുമേനിക്ക് അവസരം ലഭിച്ചു. 15 സംവത്സരം അഖില ലോക സഭാ കൗൺസിലിൻ്റെ 20 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും 150 അംഗ സെൻട്രൽ കമ്മിറ്റിയിലും മാർത്തോമാ സഭയെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കുവാനുള്ള അസുലഭമായ ഭാഗ്യം തിരുമേനിക്ക് ലഭിച്ചു. ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായും തിരുമേനി പ്രവർത്തിച്ചിട്ടുണ്ട്. അടൂർ മാവേലിക്കര, കോട്ടയം റാന്നി, മലബാർ കുന്നംകുളം, സൗത്ത് സോൺ ഓഫ് ബോംബെ ഡൽഹി, മലേഷ്യ സിംഗപ്പൂർ ഓസ്ട്രേലിയ, കോട്ടയം കൊച്ചി, നോർത്ത് അമേരിക്ക യൂറോപ്പ്, മദ്രാസ് കൽക്കട്ട, ചെന്നൈ ബാംഗ്ലൂർ, ചെങ്ങന്നൂർ മാവേലിക്കര എന്നീ ഭദ്രാസനങ്ങളുടെ അധ്യക്ഷനായി തിരുമേനി ശ്രദ്ധേയമായ നേതൃത്വം നൽകി. മാർത്തോമാ സഭയുടെ മിക്കവാറും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വിവിധ സമിതികൾക്കും നേതൃത്വം നൽകിയ തിരുമേനി സഭയുടെ ഔദ്യോഗിക നാവായ മലങ്കര സഭാതാരകയുടെ ചെയർമാനായും ദീർഘകാലം ശ്രേഷ്ഠമായ നേതൃത്വം നൽകി. വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ, ECC ബാംഗ്ലൂർ, നാഷണൽ മിഷണറി സൊസൈറ്റി, ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി, ദൈവശാസ്ത്ര സാഹിത്യ സമിതി എന്നിവയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള തിരുമേനി എക്യൂമിനിസത്തിന്റെ ശക്തനായ വക്താവായിരുന്നു. നിലയ്ക്കൽ എക്യൂമിനിക്കൽ ട്രസ്റ്റിന്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ ചുമതലയിലിരിക്കുമ്പോൾ ഒരിടവക അല്പസ്വല്പം ഇടംകേട് കാട്ടാൻ തുടങ്ങി. 2 ഗ്രൂപ്പുകളായി ചേരി തിരിഞ്ഞ് അവർ മത്സരത്തിനൊരുപ്പെട്ടു. മത്സര വിഷയം നമ്മുടെ സഭയെ ആകമാനം ബാധിക്കുന്നതാണ്. ഒരു കൂട്ടർ പറഞ്ഞു അവരുടെ പേരിലാണ് ആ ഇടവക രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ്. ഭദ്രാസന എപ്പിസ്കോപ്പയ്ക്കോ മാർത്തോമാ മെത്രാപ്പൊലീത്തായോ ഞങ്ങളുമായി യാതൊരു കാര്യവുമില്ല. വേണമെങ്കിൽ മെത്രാപ്പൊലീത്തായ്ക്ക് ആത്മീയ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാം, ബാക്കിയുള്ളതെല്ലാം ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മറ്റേ കൂട്ടർ പറഞ്ഞു അങ്ങനെയല്ല, മാർത്തോമാ സഭയുടെ ഭരണഘടനയനുസരിച്ച് മെത്രാപ്പൊലീത്ത പരമാധികാരിയാണ്, അദ്ദേഹത്തിന് വിധേയമായിട്ടാണ് ഈ ഇടവക രൂപീകരിക്കുന്നത്. വഴക്ക് പള്ളിയുടെ ഭിത്തിയിൽ ഒതുങ്ങിയില്ല, കോടതിയിലേക്ക് പോയി. ന്യൂറോഷനിലെ കോടതിയിൽ വാദം കേൾക്കുവാൻ തുടങ്ങി. ഇരുവിഭാഗവും കുറേ കേട്ടതിന് ശേഷം പ്രതികളുടെ വക്കീൽ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു യഹൂദനാണ്. ബിഷപ്പ് വന്ന് ഒരു സാക്ഷി പറഞ്ഞെങ്കിൽ മാത്രമേ ഈ കേസ് നമ്മൾ ജയിക്കുള്ളൂ, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ഞാൻ വളരെ ആലോചിച്ചു. സാക്ഷിക്കൂട്ടിൽ കയറുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മാനക്കേടാണ്. അതും ഒരു ബിഷപ്പ് സാക്ഷിക്കൂട്ടിൽ കയറുക. യൂഹന്നാൻ തിരുമേനിയെ ഓർത്തു. തിരുമേനി അങ്ങനെ പോയൊക്കെ സാക്ഷി പറയുകയും പ്രതിയായിരുന്ന കേസിലൊക്കെ ഇടപെടുകയും ക്രൂസ് വിസ്താരം നടത്തുകയും ചെയ്തതൊക്കെ ഓർത്തു. അതെല്ലാം സഭയ്ക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന ചിന്തയിൽ ഞാനും സമ്മതിച്ചു. കോടതിയിൽ ചെന്നു. സാക്ഷിക്കൂട്ടിൽ ഇരിക്കാൻ ഒരു ചെറിയ കസേരയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇരിപ്പൊന്നും നടപ്പുള്ള കാര്യമല്ല. വക്കീലന്മാർ, വാദിയും പ്രതിയും അവരുടെ വക്കീലന്മാർ 2 പേരും തിരിച്ചും മുറിച്ചും ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു. അവയ്ക്കെല്ലാം മറുപടിയൊക്കെ പറഞ്ഞു. ജഡ്ജി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവസാനം വിധി വന്നപ്പോൾ
മാർത്തോമാ സഭയുടെ എല്ലാ അംഗങ്ങൾ ഇവിടൊക്കെ കൂടുന്നു. അവിടെയെല്ലാം മാർത്തോമാ മെത്രാപ്പൊലീത്തായുടെ അധികാരത്തിന് കീഴിലായിരിക്കും മാർത്തോമാ സഭ ഒരു ഹൈറാർക്കിക്കൽ ചർച്ച ആയിരിക്കും എന്ന വളരെ സ്വീകാര്യമായ സ്വാഗതാർഹമായ മനോഹരമായ ഒരു വിധി നമുക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ ആ സാക്ഷിക്കൂട്ടിൽ ഇരുന്ന് വിയർത്ത എനിക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. നിങ്ങളാരും എന്നെ കാണാഞ്ഞുകൊണ്ട് എനിക്ക് മാനക്കേട് അവിടെ വെച്ചുണ്ടായില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാക്ഷിയുടെ മൂല്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് സാക്ഷി എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് എ വിറ്റ്നസ്. ഒമാനിലെ എപ്പിസ്കോപ്പൽ സന്ദർശനം മസ്കറ്റ് മാർത്തോമാ ഇടവകയിലെ വിശുദ്ധ കുർബാനയോടെ 2015 ഡിസംബർ മാസം 25-ാം തീയതി അവസാനിക്കുമ്പോൾ അത് അഭിമന്യ തിരുമേനിയുടെ അവസാന ശുശ്രൂഷയായിരിക്കുമെന്ന് ആരും കരുതിയില്ല. കർത്താവും കർത്താവിൻ്റെ സഭയും ഭരമേൽപ്പിച്ച ശുശ്രൂഷകളിൽ കർമ്മനിരതനായിരിക്കുമ്പോൾ തന്നെയാണ് തിരുമേനി നിത്യസ്വസ്ഥതയിലേക്ക് 2015 ഡിസംബർ 27-ാം തീയതി ചേർക്കപ്പെട്ടത്. ഇന്നലെ അന്തരിച്ച മാർത്തോമാ സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ സഖറിയാസ് മാർ തിയോഫിലിസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ മൃതദേഹം നാളെ തിരുവല്ല SC പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. തലയ്ക്കുള്ളിലെ രക്തസ്രാവത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഡോക്ടർ സക്കറിയാസ് മാർ തിയോഫിലിസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത ഞായറാഴ്ച വൈകിട്ട് 5:55 കാലം ചെയ്തത്. 78 വയസ്സായിരുന്നു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് മസ്കറ്റിൽ പോയി തിരികെ വരുമ്പോൾ വിമാനത്തിൽ വെച്ച് ദേഹാസ്വസ്ഥമുണ്ടായതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 35 സംവത്സരക്കാലം മാസമാസയുടെ മേലധ്യക്ഷ സ്ഥാനത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നൽകിയ ഒരു മഹത്തായ ദാനമായിരുന്നു സഫലം. ദർശനവേളയിലും കബറടക്ക ശുശ്രൂഷയിലും ഓർമ്മകൾ വികാരസാന്ദ്രമാക്കിയ മനസ്സോടുകൂടി നിറമിഴികളോടെ ആയിരങ്ങൾ പങ്കെടുത്തു. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഭിവന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വല്യ മെത്രാപ്പൊലീത്തയുടെയും മാർത്തോമാ സഭയിലെയും മറ്റ് സഭയിലെയും തിരുമേനിമാരുടെയും സഭാമക്കളുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യത്തിലും കബറടക്ക ശുശ്രൂഷ 2015 ഡിസംബർ 29-ാം തീയതി നടന്നു. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി സക്രിയാസ് തിരുമേനി കാലം ചെയ്തതിനോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച കൽപ്പനയിൽ തിരുമേനിയുടെ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടെഴുതിയ വാക്കുകൾ ശ്രദ്ധേയമാണ്. തിരുമേനി എക്യൂമെനിക്കൽ രംഗത്തും സഭൈക്യ പ്രസ്ഥാനങ്ങളിലും ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും നിസ്തുല്യമായ സേവനങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളത്. അഖില ലോക സഭാ കൗൺസിലിലും നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയിലും നിർവഹിച്ചിട്ടുള്ള സേവനങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടുന്നു.
ഞങ്ങളെ കർത്താവേ തിരുമുൻ അടിയാർ ചെയ്ത അകൃത്യങ്ങൾ പോക്കി ക്ഷമിച്ചിടണമേ. തിരുമുൻപിൽ നിന്ന് തള്ളാതെങ്ങളെ നരകത്തിൽ നിന്നു രക്ഷിക്കണമേ. സോദരരേ, നിങ്ങൾ മറക്കാതെ മരണ സമയമോർത്തുകൊള്ളുവീ. മണ്ണാത്രേ നാം. ആവി പോൽ നമ്മുടെ നാളുകൾ കടന്നു പോകുമെന്നെപ്പോഴും ഓർത്തിടുവിൻ. ഉയിർപ്പും ജീവനും നീയാകയാലേ അവരോടു കൂടെ സ്തുതി പാടുമെങ്ങൾ. വിശ്വാസസ്ഥിരതയോടെ തന്റെ ജനത്തിനു മുൻപാകെ കർത്താവിനു വേണ്ടി മടികൂടാതെ വേല ചെയ്ത് വിശ്രാമം പ്രാപിച്ചിരിക്കുന്ന തിരുമേനിയുടെ മഹനീയ സേവനങ്ങൾ ചിരസ്മരണീയമാണ്. കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ പുനരുത്ഥാന നാളിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ സഭയായി നമുക്ക് കൂടുതൽ ഉത്സുകരാകാം. ദർശനങ്ങളുടെ മഹാകാശങ്ങളിൽ നിരന്തരം സഞ്ചരിക്കുകയും അപ്രകാരം സഞ്ചരിക്കുവാൻ ജനങ്ങളെ ഒരുക്കിയെടുക്കുകയും ശുശ്രൂഷ ചെയ്ത ഇടങ്ങളിലെല്ലാം വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പുന്ന 1000 കരങ്ങളായി സ്നേഹതരംഗമായി മാറുകയും ചെയ്ത ഭാഗ്യസ്മരണീയനായ ഡോക്ടർ സക്രിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയുടെ ദീപ്ത സ്മരണകൾക്ക് മുൻപിൽ പ്രണാമം. ഞങ്ങൾ ഭക്ഷിച്ചതായി നിരീക്ഷിക്കും, ഞങ്ങൾ പാനം ചെയ്തതായി കേട്ടു, ഞങ്ങൾക്ക് പിന്നെ ആജ്ഞയ്ക്കും പ്രതിപകരത്തിനുമായി തീരുവേ. ഇനിയോ ഞങ്ങളെല്ലാവരുടെയും ജീവന്റെ ശക്തിയുമായി
കൈവിടുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ദൈവശാസ്ത്രം, വിട്ടുകൊടുക്കലിൻ്റെ ദൈവശാസ്ത്രം എന്ന് ഞാൻ പറയുന്നു. ദൈവത്തിലും യേശുവിലും ഒക്കെ കാണുന്നതാണ്. സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്ന യേശുക്രിസ്തു, ഈ ഭൂമിയെ വെടിഞ്ഞ സ്വർഗോന്നതികളിലേക്ക് പോയ യേശുക്രിസ്തു, വീണ്ടും അത് വെടിഞ്ഞ് വരുവാൻ പോകുന്ന യേശുക്രിസ്തു. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കൈവിടുക എന്നുള്ളതാണ്. മനുഷ്യനെപ്പോഴും കയ്യിലാക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ ഒരു ദ തിയോളജി ഓഫ് റിനൗൺസിയേഷൻ, ദ പ്രാക്ടീസ് ഓഫ് റിനൗൺസിയേഷൻ. കൈവിടുന്നതിനുള്ള ഒരു മനോഭാവമാണ്. നമ്മുടെ അവകാശങ്ങൾ, നമുക്ക് പ്രിയപ്പെട്ടതൊക്കെയും വിട്ടുകൊടുക്കുന്നതിന് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. My concern is peace in the world, and church alone cannot bring peace. Church, with all other people of faith and of no faith, all have to stand together to bring peace for humanity, peace in the creation, and to have a heaven on earth.